പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികൾ തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ കൂടെ കൊണ്ടുവരുന്നത് ഒരു സമ്പാദ്യം മാത്രമല്ല, മറ്റൊരു ജീവിത ശൈലി കൂടിയാണ്. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു വ്യക്തമായ സ്ഥാനം തന്നെയുണ്ട് നമ്മളുടെ പ്രവാസികൾക്ക്. ഇനിയും സ്ഥാനം നേടാതെ പോയത് നമ്മൾ ഗവൺമെന്റുകളുടെ മനസ്സിൽ മാത്രമാണ്. വരും കാലങ്ങളിലെങ്കിലും അതിനൊരു മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ഒന്നര വർഷം മുമ്പ് സൌദി അബ്കേക്കിൽ ഒരു സ്വദേശിയുടെ വീട്ടിൽ ജോലിക്ക് എത്തിയതാണ് മഹാരാഷ്ട്ര ഔറംഗാബാദ് സ്വദേശിനി ഫരീദ ബാനു സലീം. ജോലിയും ശമ്പളവും എല്ലാം കൃത്യമായി ഉണ്ടായിരുന്നതായി ഫരീദ പറഞ്ഞു. പക്ഷേ വീട്ടിലെ 20 വയസ്സുള്ള ആൺകുട്ടിയുടെ ലൈംഗിക ശല്യം സഹിക്കാൻ കഴിയാതെയായി അവർക്ക്. അവന്റെ ഇംഗിതത്തിന് വഴങ്ങാതെ വരുമ്പോൾ ക്രൂരമായി മർദ്ദിക്കുക പതിവായി. ഇക്കാര്യങ്ങൾ സ്പോൺസറോടും ഭാര്യയോടും പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. അതിന്റെ പേരിലും അടികൊണ്ടത് മിച്ചം. ഇത്തരം കാര്യങ്ങൾ അസഹനീയമായപ്പോൾ ഒരു ദിവസം നേരം പുലരുന്നതിന് മുമ്പേ അവിടെ നിന്നും ഇറങ്ങി നടന്നു ഫരീദ. ഒരു ടാക്സിയിൽ കയറി എംബസിയിൽ പോകണമെന്ന് പറഞ്ഞുവെങ്കിലും അയാൾ വഴിയിലിറക്കി വിടുകയായിരുന്നു. അതുവഴി പോയ ഒരു സ്വദേശി കുടുംബം എംബസിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറ്റുകയും എന്നാൽ അവരുടെ വീട്ടിൽ ജോലിക്ക് നിർത്തുകയും ചെയ്തു. ശമ്പളവും മറ്റു കാര്യങ്ങളും കൃത്യമായി തന്നിരുന്നു. മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. എന്നാൽ 3 മാസം കഴിഞ്ഞപ്പോൾ കടുത്ത പനിയും ശരീരം മുഴുവൻ തടിച്ചു വരികയും ചെയ്തു. ഇക്കാമയോ മറ്റു രേഖകളോ ഇല്ലാത്തതിനാൽ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല. അസുഖം വീണ്ടും കൂടിയപ്പോൾ ഫരീദയെ ആ സൌദി ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ട് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. പോലീസ് ഫരീദയെ ആശുപത്രിയിൽ കൊണ്ട് കാണിച്ച് മരുന്ന് മേടിച്ചു. അസുഖം പൂർണ്ണമായും ഭേദമായതിനു ശേഷമാണ് ദമാം തർഹീലിൽ എത്തിച്ചത്. വിവരം അറിഞ്ഞ നവയുഗം സാംസ്കാരിക വേദി ജീവകാരുണ്യ പ്രവർത്തക സഫിയ അജിത് എംബസിയുടെ അധികാരപത്രത്തോടെ വിഷയത്തിൽ ഇടപെടുകയും സ്പോൺസറിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ സ്പോൺസർ ആദ്യമൊക്കെ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. നിരന്തര ചർച്ചകൾക്കൊടുവിൽ ഫരീദയെ നാട്ടിൽ അയക്കുന്നതിന് തടസ്സമുണ്ടാകില്ല എന്ന് ഉറപ്പു തന്നു. ഫരീദയ്ക്കുള്ള എയർ ടിക്കറ്റും വസ്ത്രങ്ങളും അത്യാവശ്യ സാധനങ്ങളും അടങ്ങുന്ന ബാഗും സാമ്പത്തിക സഹായം എന്നിവ റഷീദ് വാലത്തും സുഹൃത്തുക്കളും ചേർന്ന് സമാഹരിച്ചു നൽകി. ഫരീദയുടെ വിഷയത്തിൽ പല ഘട്ടങ്ങളിലായി നവയുഗം ജീവകാരുണ്യ പ്രവർത്തകരായ ഉണ്ണി പൂച്ചെടിയിൽ, മണിക്കുട്ടൻ പെരുമ്പാവൂർ എന്നിവർ ഇടപെട്ടിരുന്നു. കഴിഞ്ഞ മാസം കോബാർ റാക്കയിൽ ഹൃദയാഘാതം മൂലം മരണമടഞ്ഞ നവോദയ കോബാർ ഏരിയയിലെ മക്ക സ്ട്രീറ്റ് യൂണിറ്റ് അംഗവും കൊല്ലം പറവൂർ സ്വദേശി മോഹനൻ പിള്ളയുടെ കുടുംബത്തിനെ സഹായിക്കുന്നതിനു വേണ്ടി നവോദയ മക്ക സ്ട്രീറ്റ് യൂണിറ്റ് നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റി സമാഹരിച്ച കുടുംബസഹായ നിധി നവോദയ കേന്ദ്ര ട്രഷറർ സിദ്ദിഖ് കല്ലായി മക്ക സ്ട്രീറ്റ് യൂണിറ്റ് ട്രഷറർ ചന്ദ്രസേനന് കൈമാറി. PA സമദ് അധ്യക്ഷനായ ചടങ്ങിൽ നവോദയ ജനറൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ഏരിയ പ്രസിഡന്റ്, മറ്റ് ഏരിയ മേഖലാ കമ്മിറ്റി നേതാക്കളും പങ്കെടുത്തു. ഷാർജ ഫ്രീ സോണിൽ ജോലി ചെയ്തു വരികയും ദുബായിൽ താമസിക്കുകയും ചെയ്തിരുന്ന മഞ്ചേശ്വരം സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെ തേടിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഐഷയും ഐഷയുടെ വാപ്പയും കുഞ്ഞും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഷാർജയിലേക്ക് തിരിക്കുകയായിരുന്നു. അതിനുശേഷം ആദ്യത്തെ 1 വർഷം മാത്രമേ ഐഷയെ ബന്ധപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഈ കുഞ്ഞിനെ കണ്ടിട്ടില്ലാത്ത സിദ്ദിഖ് അബൂബക്കറിന് കഴിഞ്ഞ 5 വർഷമായി എന്ത് സംഭവിച്ചു എന്നറിയാത്ത വിഷമത്തിലാണ് ഐഷ. അത് കാരണമാണ് ഐഷ ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. ഐഷയ്ക്ക് ഒരുപാടുണ്ട് നമ്മളോട് പറയുവാൻ. എന്താണെന്ന് കേട്ടറിയാം. അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ആള് നിങ്ങൾ അടുത്തുള്ള ആളാണ്? വീടിനടുത്ത് നിങ്ങൾക്ക് അറിയാം അല്ലേ? ആളെ വീട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങൾ? വീട്ടുകാരൊക്കെ ആയിട്ട് അറിയാം. ഡോക്ടർ KP അബ്ദുൽ ഖാദർ ഉണ്ട്. അയാളും അയാളെ ഭാര്യ ദുലൈഖയും വളർത്തിയതാണ്. ചെറിയ കുട്ടിയെ വേറെ വളർത്തിയതാണ്, എടുത്തു വളർത്തിയതാണ്. KP അബ്ദുൽ ഖാദർ, ഡോക്ടർ KP അബ്ദുൽ ഖാദറും എന്റെ ഭാര്യ ദുലൈഖയും അവരെ വീട്ടിൽ തന്നെ കല്യാണം കഴിച്ചു. ഓരോ വീട്ടിൽ തന്നെ കല്യാണം കഴിച്ചു. അത് വീട്ടിലേക്കാണ് ഐഷാനെ കല്യാണം കഴിച്ചു. പഠിച്ചിട്ടുണ്ട് അബൂബക്കർ? നല്ല എല്ലാ ഭാഷ നല്ല പഠിച്ചു. എത്ര വരെ പഠിച്ചിട്ടുണ്ടെല്ലാം അറിയില്ല. കോളേജിൽ പോയിണ്ട? കോളേജിൽ പോയിണ്ട? കോളേജിൽ പിന്നെ അതില ഇതെടുത്തില്ല. ഇല്ല, എടുത്തിന് കറക്റ്റ് അറിയാലോ. അറിയില്ല. ഭാഷ എല്ലാം അറിയുന്നു. ഭാഷ ഒക്കെ അറിയാം. ജോബ് അറിയുന്നു. ഫ്രീ വിസറ്റിൽ പോയി എന്ത് ജോലി ചെയ്തിരുന്നു. എന്ത് ജോലി ചെയ്തിരുന്നു? എല്ലാം. ഇപ്പൊ ഇത് മൊബൈല് ഫ്രീ സോൺ മൊബൈലിന്റെ, പിന്നെ കമ്പ്യൂട്ടർ, പിന്നെ ലൈൻ കളക്ഷൻ കൊടുക്കുന്നു. നിങ്ങളുടെ കൂടെ എത്ര കാലം ഉണ്ടായിരുന്നു ഇയാള്? 2 മാസം ഉണ്ടായി. കല്യാണം കഴിച്ചു? 2 മാസം. പിന്നെ പോയി? പോയി. പിന്നെ ഒരു വിവരമില്ല. ഒരു വർഷക്കാലം
സംസാരിച്ചു എന്നോട് കുഞ്ഞു ചെറിയ കുഞ്ഞില് 1 വർഷത്തില്. അതിന് പിന്നെ പൈസ അയച്ചിട്ടില്ല, ഫോണില്ല. പോകുമ്പോ എന്റെ 15 പൗണ് പൊന്നു 1 ലക്ഷം റുപ്യ ഉപ്പണയെന്ന് വാങ്ങിച്ചിട്ട് പോയിന്. എത്രയും മേടിച്ചിട്ട് പോയത്? 15 പൗണ്. 15 പവൻ സ്വർണ്ണം, 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. അപ്പൊ എന്നിട്ട് ഒരു വിവരമില്ല. ഇല്ല, കുഞ്ഞിക്കും ഉഷാരില്ല. കുഞ്ഞിന്റെ വീട്ടുകാരോട് എന്തുകൊണ്ടാ കാരണം? ഈ ഡോക്ടറെ വീട്ടിലൊക്കെ അല്ലായിരുന്നു വളർന്നിരുന്നത്? ഡോക്ടറെ വീട്ടിൽ വളർന്ന് ഓന് കല്യാണം കഴിക്കുമ്പോക്ക് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഓന് സ്വന്തം നെറ്റാറില്ലല്ലോ. അപ്പൊ അവന്റെ ഡോക്ടർ ഭാര്യ പറഞ്ഞ് കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു. എന്റെ ഞാൻ പറഞ്ഞു എനിക്കൊരു ബന്ധമില്ലല്ലോ ആത്മഹത്യ ചെയ്തല്ലോ, എന്റെ മകളല്ലേ, അത് വേണ്ടാന്ന്. എന്നിട്ട് ഇവനും ഭയങ്കര തിരക്ക് ആട്ടം പിടിച്ചിട്ട് ഡോക്ടറും ചേർന്നിട്ട് കല്യാണം കഴിച്ചു. നിങ്ങൾ ഇഷ്ടമായിരുന്നു? ഇഷ്ടത്തിലുണ്ടായി. അവരെ വീട്ടിലായത്. പക്ഷേ കല്യാണം അവരെല്ലാം ഉണ്ടായി കല്യാണത്തിന് സഹായിക്കാൻ. ഞാൻ ചോദിച്ചത് നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ട് കല്യാണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഉപ്പാടെ ഇഷ്ടമല്ലായിക നിങ്ങളുടെ ഇഷ്ടവും കൂടി ചേർന്ന കല്യാണമാണ് അല്ലെ? ഉപ്പാക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല? ഫസ്റ്റില്ല, പിന്നെ എല്ലാം ഒക്കത്തുണ്ട്. എന്നിട്ട് ഞാൻ പോക്ക് 16 പൗണ്ട് സ്വർണം കൊടുത്തിരുന്നു കല്യാണത്തിന്. അതിന്റെ 15 പൗണ്ട് വീസൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് വാങ്ങി. എന്റെ അടുത്ത് 1 ലക്ഷം റുപ്യ വേണം എന്ന് പറഞ്ഞിട്ട്. അതായത് മുമ്പ് എന്റെ മോളെ കല്യാണം കഴിച്ചല്ല, അങ്ങനെ ഞാൻ കൊടുത്തു. നിങ്ങൾക്ക് എന്താ പണി? ഞാൻ ചെങ്കലിന്റെ പണി ഉണ്ടാക്കി, ചെങ്കല് പോലെ. ഇപ്പൊ ഒരു 3-4 മാസമായി പണിയൊന്നുമില്ല, വെറുതെ. മക്കളോ ആൺകുട്ടികളുണ്ടോ? ആൺകുട്ടികളെ വലിയ ഉഷാറില്ല, ഇപ്പൊ അങ്ങനെ ഉണ്ട്. സ്വന്തം ജീവിതത്തിന് മോശമില്ല അവരൊക്കെ. അപ്പൊ എന്താണ് അബൂബക്കർ ഇപ്പൊ അങ്ങനെ വരാൻ കാരണം? അപ്പൊ അവിടെ പോയി അവിടെ വേറെ ഒരു കല്യാണം കഴിച്ച് അവിടെ ദുബൈയിൽ നിന്ന് ഒരു കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ടെന്നെല്ലാം പറഞ്ഞു. ദുബൈയിലെ കല്യാണം കഴിച്ചത് ഒരു കുട്ടിയുണ്ടോ പറഞ്ഞു. പിന്നെ അവരുടെ വീട്ടുകാരെല്ലാം ഒരുമിച്ച് കല്യാണം കഴിച്ച് ദുബൈയിൽ തന്നെ പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെയായി? വളരെ സ്നേഹത്തിലാണല്ലോ നിങ്ങളെ കല്യാണം കഴിച്ചത്. നിങ്ങളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അയാൾ തൂങ്ങി കഴിക്കുന്നു പറഞ്ഞു. പിന്നെ വീട്ടുകാരെല്ലാം അവരെ ഭീഷണിപ്പെടുത്തി വേണ്ട നിങ്ങൾക്ക് നല്ല പഠിച്ച പെണ്ണാക്കുന്ന അങ്ങനെ നിങ്ങളെ പിടിച്ച് അവരെല്ലാം നല്ല ഉഷാറിനെ തന്നെ ആക്കി. വീട്ടുകാരെല്ലാം ആ വീട്ടുകാര് തന്നെയല്ലേ വാപ്പയോട് ആളെ കല്യാണം കഴിക്കാൻ പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. അവരുടെ സഹായത്തിനുണ്ടായി. പിന്നെ നോക്കുമ്പോ വീട്ടുകാരെ പിന്നെ രണ്ടാമത്തെ ഭാര്യനെല്ലാം പഠിച്ചിന അവർ പുറക്കാരെല്ലാം പഠിച്ചവരല്ലേ. അത് ദുബൈയിലാണ്, ഷാർജയിലുള്ളത്. അല്ല അവര് എവിടുത്തെ മലയാളിയാ? അല്ല, കർണാടകമ്മ. കർണാടക. അവരായിട്ടപ്പോ ഒരു താമസിക്കുന്നു. അതെ, എന്റെ ബന്ധുക്കളെല്ലാം കാണുന്നു. അവന് കല്യാണം കഴിച്ചതും കുട്ടികളെല്ലാം എന്റെ ബന്ധുക്കൾക്കെല്ലാം അറിയാം അവിടെയുള്ള ആൾക്ക്. അപ്പൊ നമ്മളെന്താ ചെയ്യാ? അപ്പൊ ആളവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ വേണ്ടാം പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് നീ വേണ്ടാം പറയുന്നു. ഞങ്ങൾക്ക് നന്റെ എടുത്ത നഷ്ടപരിഹാരം എനിക്ക് കിട്ടണം. കുഞ്ഞിന് 18 വർഷക്കാല ചെലവും തരും. കുഞ്ഞ് ഉഷാറില്ല, 5 വയസ്സായി, വയറ്റിൽ ഇൻഫെക്ഷൻ, ഇപ്പൊ സ്കാനിങ് ചെയ്യാതെ പറഞ്ഞിന്. പിന്നെ അപ്പൊ ഗ്യാസ് ഇട്ടോന്നുണ്ട്, കുഞ്ഞിക്ക് ഉഷാറില്ല, ചെലവനെല്ലാം കഷ്ടത്തിലുണ്ട് ഭയങ്കര. വേണമെങ്കിൽ സ്വീകരിക്കാൻ റെഡിയുള്ള, പക്ഷെ ഭർത്താവ് വേണ്ട. നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ടുള്ള ജീവിതം ഇനി വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അല്ല, അവർ ഒപ്പുന്നില്ല. പക്ഷെ നീ വേണ്ട, നീ ജീം എടുക്ക്, എന്റെ കുഞ്ഞിനെ കിഡ്നാപ്പ് ആക്കാൻ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ ഫോൺ സംസാരിക്കുന്നില്ല. വേണ്ടെങ്കിൽ വേണമെങ്കിൽ സ്വീകരിക്കാൻ റെഡിയില്ല. അവർ പറയുന്നു ശരിയില്ല, അവർ സ്വീകരിക്കാൻ തയ്യാറില്ല. അവർ സ്വീകരിക്കാൻ റെഡിയില്ല. അവർ വീട്ടുകാരും സ്വീകരിക്കാൻ റെഡിയില്ല. നിങ്ങൾ തയ്യാറാണോ? ഞാൻ തയ്യാറുണ്ട്. ഒരു ഭാര്യ വേറെ ഭാര്യയില്ലേ? ഞാൻ തയ്യാറുണ്ട്. എന്റെ കുഞ്ഞിനെ തന്നെ നോക്കിയാൽ മതി. അവർക്ക് പറഞ്ഞിട്ട് പോണ ആയിഷ, അവിടെ അയാൾക്ക് വേറൊരു ഭാര്യ ഉണ്ട്, ഒരു കുട്ടിയുണ്ട് ഉണ്ട് പറഞ്ഞു. ഇനി വീണ്ടും നീ അവരെ സ്വീകരിക്കാൻ റെഡിയുള്ള, ഒപ്പുന്ന റെഡിയുള്ള. പക്ഷെ സ്വീകരിക്കുന്നില്ല. കുഞ്ഞെന്റെ ഭർത്താവ് പറയുന്നു വേണ്ടാൻ പറയുന്നു. നീ വേണ്ട, കുഞ്ഞും വേണ്ട പറയുന്നു. അപ്പൊ ഇപ്പൊ എന്താ വേണ്ടത്? അപ്പൊ എനിക്ക് എന്റെ എടുത്ത നഷ്ടപരിഹാരം എനിക്ക് കിട്ടണം. 15 പൗണ്ട് 1 ലക്ഷം റുപ്യ പൈസ. എന്താ നിങ്ങൾ പറയണത്? സ്വീകരിക്കുന്നെങ്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഉത്തരവാദിത്തം എടുത്തിട്ട് അവളെ കൊണ്ടുപോയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പറ്റും. അതിനുള്ള ഉത്തരവാദിത്തക്കാർ ആരെങ്കിലും പറയണം. ഓന്റെ ഇപ്പൊ ഇതുവരെ ശരിയില്ലല്ലേ. അല്ലെങ്കിൽ ഓന് വേണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മോളെ ഭീഷണിപ്പെടുത്തുന്നത് ഫോൺ ചെയ്തിട്ട്. കുട്ടീനെ കിഡ്നാപ്പ് ചെയ്യിക്കും, നീ അവിടെ പോയിട്ട് ജീവ എടുക്ക്, ട്രെയിനിന്റെ അടിയിൽ തലവെക്ക്, കടലിൽ വീണെല്ലാം പറയുന്നു. ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. അവരെ വീട്ടുകാരും പറയുന്നു ഞങ്ങൾ സിദ്ദീഖിനെ അയച്ചു തരുന്നില്ല. പിന്നെ ചില അവരുടെ വീട്ടുകാരുടെ നല്ല കുഞ്ഞു ഉഷാറില്ല, പൈസ അയക്ക്, എന്താണ് അയക്കന്ന് വിടാല പറയുന്നു. കൊറേ കാരണം ചൊല്ലി. പിന്നെ അവർ ഗൾഫിലേക്കെല്ലാം പോയോണ്ടുണ്ട് വീട്ടുകാരെല്ലാം. ഉമ്മ പോയിന് എല്ലാം പോയിരിക്കും. ഇപ്പൊ ഈ ഡോക്ടർ മകളെ ഭർത്താവും ഒരു കാര്യം നമുക്കിപ്പോ വേണ്ടത് ഐഷ, നമുക്കിപ്പോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയാൾ വന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ഓക്കെ. അയാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പൈസ കിട്ടണം, കുട്ടിക്ക് ചെലവിന് കിട്ടണം. ഇതല്ലേ നമ്മൾ ആവശ്യമുള്ളൂ. പിന്നെ
ഡൈവോഴ്സ് തലാക്ക് വേണം അല്ലേ? ഇത്രയല്ലേ കാര്യങ്ങളോ? അത്രയല്ലേ രണ്ടുനേരം ഒരു കാര്യം നടക്കണം. ദുബായിലെ ഷാർജയിലെയും പ്രവാസലോകം പ്രവർത്തകർക്കാണ്. അവരോടാണ് ഈ അഭ്യർത്ഥന. പ്രവാസലോകം പ്രേക്ഷകര്, അതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ട മലയാളികൾ എല്ലാവരും. അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആയിഷയെ പ്രേമിച്ച് വിവാഹം ചെയ്തതാണ്. അബൂബക്കർ സിദ്ദീഖിനെ ഇവരെ സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ഇവരെ വിവാഹം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ ആയിഷയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വിവാഹം കഴിച്ചത്. 2 മാസം കഴിഞ്ഞപ്പോൾ ആ സ്നേഹവും എല്ലാം അപ്രത്യക്ഷമായി. സിദ്ദീഖ് ദുബായിൽ പോയി ജോലി ചെയ്ത് വേറെ വിവാഹം കഴിച്ച് കുട്ടിയായി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോ ആയിഷയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. പലതരത്തിലുള്ള ഭീഷണികളാണ്. കുട്ടിക്കാണെങ്കിൽ ചെറിയ അസുഖങ്ങളുണ്ട്. ഒന്നുകിൽ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ ആള് അവരെ സ്വീകരിക്കുക. അവർ പറഞ്ഞ് മാന്യമായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അദ്ദേഹത്തിന്റെ കൂടെ കഴിയാന്നാണ്. എത്ര കണ്ട് പ്രായോഗികമാണ് എന്നൊക്കെ ഈ കാലത്ത് ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം 2 ഭാര്യമാരെ വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖിന് കഴിയാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇത്തരത്തിലുള്ള അപകടകരങ്ങളായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥിതി മാറിയാൽ തന്നെ ഇതിനൊക്കെ രക്ഷയുള്ളൂ. ഇതിന് മതപരമായ പഠനങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സമൂഹങ്ങൾ ഇതിലിടപെടണം. ഇപ്പോ അബൂബക്കർ സിദ്ദീഖ് ചെയ്ത ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സമൂഹത്തിലുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ തയ്യാറാവണം. അബൂബക്കർ സിദ്ദീഖിനെ എടുത്തു വളർത്തിയെന്ന് പറയുന്നത് ഡോക്ടറാണ് അല്ലെ? KP അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളും ഒക്കെ പോറ്റു വളർത്തിയ ഒരു മകൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ഭാര്യയെയും കുഞ്ഞിനെയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അനാഥരാക്കി വിടുന്നത് ശരിയായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ അവർ പറഞ്ഞതാണ് വേണമെങ്കിൽ താമസിക്കാൻ തയ്യാറാണെന്ന്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ തയ്യാറാവും. നിങ്ങൾ ആ കുട്ടിയുടെ നിന്ന് എടുത്ത പണ്ടവും പണവും കൊടുത്തുകൂടെ? സാധുക്കളാ. 15 പവൻ എന്നൊക്കെ പറഞ്ഞാൽ അവരെങ്ങനെ ഉണ്ടാക്കിയുള്ളതാവും? 1 ലക്ഷം രൂപ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി വിസയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് അത് തിരിച്ചു കൊടുക്കുകയും ആ കുട്ടിക്ക് മാന്യമായ ശറഹ് പ്രകാരം ചെലവിന് കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിതനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് നിയമം എടുത്തു നോക്കിയാലും കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിതനാണ്. ആര്? സിദ്ദീഖ്. അതുകൊണ്ട് പ്രവാസലോകം പ്രവർത്തകർ അബൂബക്കർ സിദ്ദീഖിനെ ചെന്ന് കണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി ആയിഷയെയും കുട്ടിയെയും പരിരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുക്കുക. ആയിഷ ആവശ്യപ്പെടുന്നത് പ്രകാരം ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറില്ലെങ്കിൽ അവരെ വിവാഹമോചനം നടത്തി മാന്യമായവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പൊ മോനെന്ത് പറഞ്ഞ സംസാരിക്കുമോ അയാള്? എന്താടോ? അപ്പൊ ശരി, നമുക്ക് നോക്കാം.